ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലർ. ഇന്ന് 2024 ഓഗസ്റ്റ് 21 ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നിഫ്റ്റി ഇന്ന്, അതായത് മാർക്കറ്റ് ഇന്ന് എന്നല്ല ഇനി അങ്ങോട്ടൊരു അപ്വേർഡ് ജേണി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 74744 ഒരു ക്രോസ് ചെയ്യേണ്ട ലെവല്. അപ്പോൾ ഇന്നലെ അത് ക്രോസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ 700-ൻ്റെ അടുത്തായിട്ട് 698 ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് കയറിപ്പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് വളരെ മോശമായ രീതിയിൽ ഇവിടെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഈ ചാനലും ഇതിൽ പറയുന്ന കണ്ടന്റുകളും നിങ്ങൾക്ക് സുഖകരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോവുക. ഒരു പ്രാവശ്യം കാണാണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കൊള്ളില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് തെറി പറയാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് അത് ഒഴിവാക്കി അങ്ങോട്ട് പോയാൽ പോരെ. അപ്പോൾ ദയവായിട്ട് ഞാനിത് പറയുന്നത് സഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ആൾക്കാർ ക്രിറ്റിക്സ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ കമൻറ്റുകൾ അവിടെ ആസിറ്റീസ് വിടും. പക്ഷേ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അത് മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടാവുന്ന കമൻറ്റുകൾ എനിക്ക് ഡിലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഇങ്ങനെയുള്ള കമൻറ്റുകൾ, അതായത് അവർ ഈ ചാനലിൻ്റെ കണ്ടൻറ്റ് കേട്ടിട്ടൊന്നുമല്ല പറയുന്നത്. ഒന്നിൽ കവർ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ പറഞ്ഞിട്ട് ആ ഒരു മുൻവിധിയോടുകൂടി വന്നിട്ട് എന്തൊക്കെ എഴുതിയിട്ട് അങ്ങ് പോകും. അവരൊന്നും വീഡിയോ കണ്ടിട്ടോ ഒന്നും ഉണ്ടാവില്ല. സോ വീഡിയോ കാണുന്നവർ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിൽ എല്ലാ കണ്ടൻറ്റും ഡെലിവറി ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്കിത് സുഖകരമല്ല എന്ന് തോന്നുന്നെങ്കിൽ ഒഴിവാക്കുക. പിന്നീട് അതിൽ വീണ്ടും വന്നിട്ട് കമൻറ്റ് ചെയ്യുക. എനിക്കിത് നോക്കി ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതൊരു ജോലിയായി മാറുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളൊന്ന് സഹകരിക്കുക എല്ലാവരും. നിങ്ങൾക്ക് ഇതൊരു വർത്തെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെതായ രീതിയിൽ ഈ സൈഡിലൂടെ അങ്ങ് പോയിക്കോളാം. എനിക്കിതൊരു ജോലിയോ വരുമാന മാർഗ്ഗമോ ഒന്നുമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത്. എനിക്ക് ആദ്യം ഫോട്ടോഗ്രാഫിയുടെ ഒരു ചാനൽ, അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സുള്ള വലിയൊരു ചാനലുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അടച്ചു പൂട്ടിയപ്പോൾ കൊറോണ കാലത്ത് അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇപ്പോഴും ഫോട്ടോഗ്രാഫി പഠിക്കാനുള്ള കണ്ടൻറ്റ് അതിനകത്തുണ്ട്, ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായിട്ട്. അതേപോലെ ഇതും എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. സോ ഒന്ന് സഹകരിച്ച് നിൽക്കുക, അത്ര തന്നെ ഉള്ളൂ. ഓൾറൈറ്റ്. അപ്പോൾ ഇന്ന് സ്റ്റോക്സ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്റ്റോക്സ് നോക്കണം. CND, PNB, ഹൗസിംഗ് ഫിനാൻസ്, ജെനൂസ് പവർ ഇൻഫ്ര, പെട്രോനെറ്റ്, LNG, ഓല ഇലക്ട്രിക്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്നലെയൊക്കെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറൈറ്റ്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ചോരപ്പുഴ ഒഴുകുകയാണല്ലോ. അതായത് ഡോ ജോൺസും എല്ലാം തന്നെ ഇന്ന് റെഡിലാണ്. US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് റെഡിലാണ്, യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ്. ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിക്കിയും ഹാങ്സങ്ങും ഷങ്കായ് കമ്പോസിറ്റ് STAയും എല്ലാം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ചോരപ്പുഴയാണ്. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 24,717 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 704 13 പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,694. അതായത് ഓപ്പണായ സ്ഥലത്തു നിന്നും ഏകദേശം 23 പോയിന്റോളം താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും 23. ഇന്ന് ഓപ്പണായ സ്ഥലത്തു നിന്നും 9.5 പോയിന്റ് താഴെയാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് കയറി പോവുക എന്നുള്ളത്. അല്ലെങ്കിൽ നിഫ്റ്റി ഇന്നുള്ള സ്ഥലത്തുനിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നേക്കാം. എന്തായാലും ഒരു ഗ്യാപ് ഡൗൺ, ഇത്രയും ഗ്ലോബൽ ക്യൂസ് ഇങ്ങനെ ഉള്ള സ്ഥിതിക്ക് തന്നെ നോർമലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. ചിലപ്പോൾ അത് നെഗറ്റീവ് മൂവ്മെൻറ്റും ആയേക്കാം. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയല്ല, അങ്ങനെ ഒരു കണ്ടുവരാറുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ US API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്സ് ഇയർ ഓൺ ഇയർ, ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ്, USA FOMC മിനിറ്റ്സ്, ഇന്ത്യ M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ. ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 2 കമ്പനികൾ മാത്രമാണ് എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഹെൽത്ത്, ടോയം സ്പോർട്സ്, ഈ 2 കമ്പനികളാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്ന 16 കമ്പനികളാണ് ഇന്ന് F&O ബാനിലുള്ളത്. ആർട്ടിൻ, സൺ TV, ABFRL, സെയിൽ, ബാലറാൻ, ചിനി മിൽസ്, RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, PEL, ബിസോഫ്റ്റ്, നാഷണൽ അലുമിനിയം, GNFC, മണപ്പുറം, ഗ്രനൂൾസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്. ഇത്രയും സ്റ്റോക്കുകൾ F&O ബാനിലാണ്. ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങിനെ ബാധിക്കുന്ന കാര്യമല്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ് ചെയ്യാൻ പറ്റാതായി പോവുക.
ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1457 കോടിയുടെ സെല്ലിംഗ് ചെയ്തു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2252 കോടിയുടെ ബൈയിങ്ങും ചെയ്തു. അങ്ങനെ 794 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ചത്. ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 24,649 ഓപ്പണായി 49 പോയിന്റ് ലാഭത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു മുന്നേറ്റത്തിൽ 24,699 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 379 പോയിന്റിന് ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഈ മാസത്തിൽ 332 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു, പ്ലസ് വെർജിൻ CPR ആണ്. കൂടാതെ ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. അതായത് ഇത് ഒരു സൂപ്പർ മൂവ്മെന്റിനുള്ള എല്ലാ സാധ്യതയും വിളിച്ചോതുന്നൊരു കാര്യമാണ്. ഒന്ന് വെർജിൻ CPR വന്ന് നെക്സ്റ്റ് ഡേയിൽ നാരോ CPR വരുമ്പോൾ നല്ല മൂവ്മെന്റ് കിട്ടും. ഇന്നലെ നമുക്ക് നിഫ്റ്റിയും സെൻസെക്സ് ഒഴികെ മറ്റുള്ള ഇൻഡെക്സുകളിൽ നല്ല മൂവ്മെന്റ് കിട്ടിയിരുന്നു. ദെൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലും മൂവ്മെന്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ നാരോ CPR വിത്ത് വെർജിൻ CPR ആണ്. അതായത് പ്രൈസ് ആക്ഷൻ ഒരു സൈഡിൽ തന്നെ നിന്നു. ഇന്ന് വീണ്ടും നാരോ CPR വന്നിരിക്കുകയാണ്. സോ ഹോപ്പ്ഫുള്ളി നാളെ നമുക്ക് ഇന്ന് ഈ ഒരു ദിവസത്തിൽ നല്ലൊരു മൂവ്മെന്റ് മേജർ ഇൻഡെക്സുകളിൽ, അതായത് നിഫ്റ്റി 50, സെൻസെക്സ്, ദെൻ മിഡ് ക്യാപ്പ് സെലക്ട്, ഇതൊക്കെ മേജർ ഇൻഡെക്സുകളാണ്. അപ്പോൾ അതിലൊക്കെ നല്ല മൂവ്മെന്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.82 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ 1.14 ആണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ്. കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള 25,000,1,36,00,000. ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,599,00,000. ഓൾറൈറ്റ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 385 പോയിന്റ് ലാഭം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റി 234 പോയിന്റ് ലാഭം നേടി. സെൻസെക്സ് 80 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 61 പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ഇത്രയും ആണ് ഇന്നലത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ ഞാനിവിടെ മുൻകൂട്ടി പ്രിഡിക്ഷൻ ഒന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഞാനിവിടെ എന്ത് പറഞ്ഞാലും അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കമൻറ്റുകൾ ഇട്ടിട്ട് ഒരു തരം വെറുപ്പിക്കൽ ടീം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് കമൻറ്റുകൾ വായിക്കാതെ ഒഴിവാക്കുന്നത് അതുകൊണ്ടാണ്. വെറുതെ എന്തിനാ ഈ ഒരു സുഖകരമല്ല. കേൾക്കാൻ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വായിക്കാനും അതിന് മറുപടി പറയാനും നല്ല രസമാണ്. ഇത് വെറുതെ പേഴ്സണൽ അറ്റാക്കിന് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് പേരുടെ നിർദ്ദേശങ്ങൾ ഇന്ന് അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ ഭയങ്കരമായിട്ട്, കാരണം ഞാൻ ഇതിൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതിൽ ഓരോരുത്തരുടെ നിർദ്ദേശം അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേ അത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതിന് ശേഷം അതങ്ങനെ പോരാൻ വേറെ രീതിയിലേക്ക് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സുഖമല്ല. പിന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാം. പക്ഷേ എനിക്ക് ഇതൊരു മെയിൻ സ്ട്രീം ജോബൊന്നും അല്ല യൂട്യൂബ് ചാനൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുന്ന കമൻറ്റ്, ഇതെന്നെ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഏത് രീതിയിലാണ് എന്നത് എനിക്ക് വളരെ നിർബന്ധമായിട്ട് അറിയണം. ആർക്കും ഇതിൽ താല്പര്യമില്ല, പിന്നെ ഞാനെന്തിനാ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ്. സോ ഇന്നത്തെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ റാസ് ലെവൽസ് എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ലെവൽസാണ്. ഒരിക്കലും അതിനൊരു എന്താ പറയുക ഏതെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുമായിട്ട് നിങ്ങൾക്കൊരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് പൊട്ടത്തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കാം. എന്തായാലും ഞാൻ അതിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാറുണ്ട്. എനിക്ക് സോഫാർ സക്സസ് ആവുന്നുണ്ട്. ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ട്രേഡ് ചെയ്യാൻ അറിഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന 51,161 ഡേ ലോ പ്രതീക്ഷിക്കുന്ന 50,445 ഏതെങ്കിലും ഒരെണ്ണം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇന്നലത്തെ ഡേ ഹൈയും ഇന്നത്തതുമായിട്ട് കമ്പയർ ചെയ്യും. ഇന്നത്തെ ഡേ ലോയും ഓൾമോസ്റ്റ് സെയിം സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഡേ ഹൈയും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് കുറച്ചുകൂടി മുകളിലോട്ടായിരിക്കും ഡേ ഹൈ വരുന്നത് എന്നാണ് മാർക്കറ്റ് സൂചിപ്പിക്കുന്നത്. ദെൻ നോ ട്രേഡ് സോണായിട്ട് വന്നിരിക്കുന്നത്, നോ ട്രേഡ് സോണിൻ്റെ മുകളിലാണ് CPR വന്നിട്ടുള്ളത്. ഹോപ്പ്ഫുള്ളി നോക്കാം. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഒരു മുൻവിധി പറയുന്നില്ല. ഇന്നൊരു ഹയസ്റ്റ് സപ്പോർട്ട് എടുക്കാൻ പോകുന്ന സ്ഥലം ഇന്നലത്തെ ഡേ ലോയും ഇതും വന്നിരിക്കുന്ന ഈ ഒരു സോണിലാണ്. അതിൻ്റെ നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 50,445 398 എന്ന ഈ ഒരു 50 പോയിന്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ എല്ലാവിധ സാധ്യതയുണ്ട്. ഇനി ഗ്ലോബൽ ക്യൂസിനനുസരിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണ്. മോസ്റ്റ് പ്രോബബ്ലി 50,445 ലെവലിലായിരിക്കും ഓപ്പൺ ആവുക. അത്രയും വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ
ഇനി അതല്ല ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെയും കുറച്ചൊരല്പം ബുദ്ധിമുട്ടാണ്. ഈ ഒരു സോൺ നിങ്ങൾ ട്രേഡ് എടുക്കാതെ ഒഴിവാക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. 79791 മുതൽ 646 വരെയുള്ള ഈ ഒരു ലെവൽ 791 646 ഏകദേശം 130 പോയിന്റോളം ഉള്ള ഒരു സോൺ ഇവിടെ കംപ്ലീറ്റ്ലി നമ്മൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ കാശ് ബാക്കിയാവാൻ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇവിടെ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും കോൾ സൈഡ് എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, പുട്ട് സൈഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് അടിക്കും. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ഇവിടെ കാണും. 50,791 646 ഇടയിലുള്ള ഈ ഒരു സോണിൽ. ഇനി ഒരു ഹയസ്റ്റ് റെസിസ്റ്റൻസ് വരാനുള്ളത് യെസ്റ്റർഡേ ഹൈയിലാണ് 51,025. അതായത് 51,000 ആ ഒരു റെസിസ്റ്റൻസ് മാർക്കറ്റ് ഒരു സ്പൈക്ക് പോലെ ഇവിടെ കയറി വന്നേക്കാം. അവിടെ നിന്ന് ഉറപ്പായിട്ടും റിജക്ഷൻ ഉണ്ടാവും. ഇനി ഒരു റെയർ കേസിൽ മാർക്കറ്റ് 51,161 വരെ കയറിപ്പോയേക്കാം എന്നാണ് റാസ് ലെവൽസ് നമുക്ക് സൂചന തരുന്നത്. സോ എങ്ങോട്ടാണ് മാർക്കറ്റ് പോവുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ലെവൽസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങളുടെ ലൈവ് മാർക്കറ്റ് ട്രേഡിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതേപോലെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.